ഹലോ വെൽക്കം ബാക്ക് ടു നെജൂസ് വെൽനെസ് വേൾഡ്. ഇന്ന് പുറമേ നല്ല ക്രിസ്പിയും അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള മുരിങ്ങയില ചേർത്ത ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. വലിയ സവാളയ്ക്കാണെങ്കിൽ 1 ചേർത്താൽ മതി. പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. ഒരു 2 പട്ടയൊക്കെ ചേർക്കണുള്ളൂ, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. മുരിങ്ങയില ചേർക്കുമ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം ഉണ്ടാവും. നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർക്കണില്ല, ഇനി വേണമെങ്കിൽ ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് കായംപൊടി ചേർത്ത് കൊടുക്കുക. കായംപൊടി ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ, കൂടി പോവരുത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു 3/4 ഗ്ലാസ് മൈദയാണ് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഒരു 1/2 ഗ്ലാസ് കടലമാവും ചേർക്കുകയാണ്. 1/2 ഗ്ലാസ് കടലമാവും 3/4 ഗ്ലാസ് മൈദയാണ് ചേർക്കണേ. എപ്പോഴും കടലമാവിനേക്കാളും കുറച്ച് കൂടുതൽ മൈദ ഉണ്ടാവണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. സോഡാപ്പൊടി വേണമെങ്കിൽ ഒഴിവാക്കുക, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും വെച്ചതിന് ശേഷം മാത്രം പൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെക്കണം. തീ കൂട്ടി വെച്ചാൽ ഉള്ളി വേവാതെ പെട്ടെന്ന് തന്നെ പുറം നിറം മാറി വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. മറുഭാഗം ഈ ഒരു കളർ ആവുമ്പോഴാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത്.
ഇനി ഇത് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 1 മിനിറ്റൊക്കെ ഇങ്ങനെ തന്നെ വെക്കുക. ഈ ഒരു കളർ ആവണം, എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. മുളക് പൊടി ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. എരിവും ഉണ്ടാവും, അതേപോലെ കുറച്ച് കളറും കിട്ടും. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ മുരിങ്ങയില ചേർത്ത ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉള്ളിവടയാണിത്. നമുക്കിപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.